മൂകാംബിക ടെമ്പിൾ ഫേമസ് ആയത് അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറഞ്ഞ മലയാള സിനിമയിലൂടെയാണ് കൂടുതൽ ഫേമസ് ആയത്. ആ ഒരു എൻട്രൻസ് ആണ് കേട്ടോ ഇവിടേക്കാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത കാഴ്ചകൾ എന്ന് പറയുന്നത് മുരുടേശ്വർ യാത്രയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറാൻ പോകാം കേട്ടോ. ഇനി ബാക്കി മുരുടേശ്വറിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാവേ. നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി 12 പേരുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ടി ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഹോട്ടലുകാർ തന്നെ ടി ബുക്ക് ചെയ്തതെന്നാണ്. പോകുന്ന വഴി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഗോവൻ റൂട്ടാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ മുരുടേശ്വറിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. അങ്ങോട്ട് ദൂരെയായിട്ട് ഇതാ മുന്നിലായിട്ട് അങ്ങനെ കാണാം ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ. അവിടെയൊക്കെ കുറേ വള്ളങ്ങളിങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. രാത്രി മീൻ പിടിക്കാൻ പോകുമായിരിക്കും. ഇതാണ് 20 നില ആ ഗോപുരം കേട്ടോ. അപ്പോൾ ഇനി ചെരുപ്പ് അഴിച്ച് വെച്ചിട്ട് അകത്ത് കയറണം. ഇവിടെ 2 വലിയ ആനകളുടെ സ്തൂപം വെച്ചിട്ടുണ്ട്. അകത്ത് ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ പേര് അങ്ങനെ ആ അതിലൂടെ ഇങ്ങനെ കയറി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ചെരുപ്പ് അഴിച്ച് വെച്ചിട്ട് അകത്തുള്ള കാഴ്ചകൾ കാണണം. പിന്നെ ഒരു വശത്തായിട്ട് 3 വശത്തായിട്ട് കടലാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് കടൽ കാണാം. ഈ ഗോപുരത്തിൻ്റെ മുകളിലോട്ട് ലിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനുള്ള വലിയൊരു ക്യൂ ആണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അമ്പലത്തിൽ കയറുന്നവർക്ക് നേരെ കയറിയിട്ട് വരാം. പിന്നെ ഈ ലിഫ്റ്റിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഇത്. ഇതിന് മേലെ പോയിട്ടുള്ള ഒരു വ്യൂ കാണാൻ പറ്റുമായിരിക്കും. അതുകൊണ്ടായിരിക്കും കേട്ടോ. അയ്യോ, അതന്നെ RN ഷെട്ടി പറഞ്ഞ ആളിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ അത്. ലിഫ്റ്റിൽ 20 രൂപ, ചെറിയ കുട്ടികൾക്ക് 10 രൂപ കേട്ടോ. നമുക്ക് എന്തായാലും ഒരു അമ്പലം ഒന്ന് കണ്ടിട്ട് വന്നിട്ട് ശേഷം ലിഫ്റ്റിൽ കയറുന്ന പരിപാടി നോക്കാം. അയ്യോ, ഇവിടെയും ക്യൂ ആണല്ലോ. കുറച്ച് വരുന്നതായിട്ട് കയറ്റാണ് അല്ലേ. 3 മണിക്ക് തുറക്കുന്ന പറഞ്ഞു. ഇപ്പം 4:40 ആയിട്ടുണ്ട്. കടൽക്കരയിൽ ഒരു ബോട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലോ. ആളുകളെ കയറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഒരു പനോരമിക് വ്യൂ കാണാൻ പറ്റണ്ട. ഇത് അങ്ങ് നോക്കി നല്ല രസമുണ്ട് കേട്ടോ. ഈ അലയടിക്കുന്നതും അതുപോലെ ഇത് അവിടെ ആയിട്ട് നടുക്ക് ഐലൻഡ് പോലെ കുറേ മലകൾ. ആലോചിക്കുകയാണേ, ഈ സ്ഥലം എങ്ങനെ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട്? അത് പ്രൈവറ്റ് വ്യക്തിക്ക് എങ്ങനെ ഒരു കടൽക്കര ഇങ്ങനെ കൊടുക്കാൻ പറ്റും ഗവൺമെന്റിന്? അറിയില്ല കേട്ടോ. നമ്മൾ കോയമ്പത്തൂരിൽ ഇഷ ഫൗണ്ടേഷൻ കണ്ടില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും. അതായത് ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ ഫൗണ്ടേഷനിൽ നടത്തി വരുന്ന ഒരു സ്ഥാപനം പോലെ തന്നെയാണ് ഈ അമ്പലം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സാധാരണ അമ്പലങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഉള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പല പൂജകളും അർച്ചനകളും അതുപോലെ തന്നെ ഒരുപാട് തരം പ്രാർത്ഥനാ രീതികളും ഇവിടെ ഉണ്ട് കേട്ടോ. ശിവൻ്റെ ഒരു വലിയ സ്തൂപം ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് എല്ലാവരും കയറി ഇവിടുന്ന് നേരെ ഈ കടലും അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഗോപുരവും എല്ലാം കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് മുകളിൽ പോയി നോക്കാം കേട്ടോ. ഉള്ളിലേക്ക് ടിക്കറ്റ് ചാർജ് ഉണ്ട്. യോഗാ കേന്ദ്രം പോലെയാണ്. കുറേ പേര് പോകുന്നുണ്ട് കേട്ടോ. ആ കേവിൻ്റെ കാഴ്ചകളെന്ന് പറഞ്ഞിട്ട് വലിയവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയും. അത് 10 വയസ്സിന് താഴെയുള്ളവർ കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള കാഴ്ചകളാണ് ഇവർ കാണുന്നത്.
ഓരോരോ ശില്പങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കഥകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ AC റൂമാണ്. അപ്പോൾ വലിയൊരു ശിവൻ്റെ സ്റ്റാച്ചു ഉണ്ടല്ലോ, അതിന് അടിഭാഗത്തൂടെയുള്ള കേവാണ് കേട്ടോ. അടിഭാഗത്തുള്ള ഓരോ നിലകളിലും ഓരോരോ കഥകൾ ഇങ്ങനെ പറഞ്ഞ് മേലെ വരെ ഓരോരോ ഇതാക്കിയിട്ട് ശിവൻ്റെ ഫുൾ ചരിത്രം പറയുന്ന ഒരു ഇതാണ്, എക്സിബിഷൻ റൂമാണ് ഇത് കേട്ടോ. വേറൊന്നുമില്ല, രാവണൻ്റെ ഒരു ശിവപ്രീതികരണം, രാവണന് വരം കിട്ടുന്നതും പിന്നെ അതിന് ശേഷം അഹങ്കാരം വരുന്നതിൻ്റെയൊക്കെ ഒരു കഥയാണ് ഇവിടെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഓരോരോ സ്ഥലത്തും ഓരോരോ ശിവ പ്രതിഷ്ഠകളുണ്ടായതിൻ്റെ ഒരു കാണിക്കുന്നതാണ് കേട്ടോ ഇത്. ഇങ്ങോട്ടും വേറൊരു അമ്പലമുണ്ട്, അവിടെയും പോയി തൊഴുതുന്നവരുണ്ട്. അമ്പലത്തിൻ്റെ ആ വശത്തായിട്ട് ജസ്റ്റ് തേര് തെളിക്കുന്ന ഒരു ചിത്രമുണ്ട്, സ്തൂപമുണ്ട്. അങ്ങോട്ട് സൂര്യഭഗവാന്റെയും, എനിക്ക് തോന്നുന്നു സൂര്യഭഗവാന്റെ ഒരു സ്തൂപം സ്ഥാപിച്ചായിരിക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കണേ ഈ ഒരു ബിൽഡിങ്ങും മൊത്തം. 300 വർഷം പഴക്കമുള്ള ഒരു തേര് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഏൻഷ്യൻ ബ്രഹ്മരഥ ഓഫ് മാത്തോബാർ ശ്രീ മുരുടേശ്വര ടെമ്പിൾ ഈസ് മോർ ദാൻ 400 years എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 400 വർഷത്തിലധികം പഴക്കമുള്ള ഒരു രഥമാണ് കേട്ടോ തേര്. വല്ല അമ്പലങ്ങളിലേ ആയിരിക്കണം. കുറച്ചുള്ള വാഹനങ്ങൾ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ തന്നെ കോഫി ഡേ പോലെയുള്ള ഒരു കഫേ ഉണ്ട് അവിടെ. അത്യാവശ്യം സ്നാക്സ് ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും. പിന്നെ ഇങ്ങോട്ടാണെങ്കിൽ വലിയൊരു തേര് തെളിയിക്കുന്ന ഒരു സ്തൂപമുണ്ട്. നമ്മൾ അവിടെ നിന്ന് കണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ. ഈ വണ്ടികൾ കയറി വരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. സ്റ്റീപ്പായിട്ടുള്ളൊരു പൊക്കമുള്ള ഒരു സ്ഥലം കേട്ടോ. നമ്മൾ ഇനി നേരെ ഒരു വശത്തൂടെ കയറി വേറെ വശത്തൂടെ ഇറങ്ങി നേരെ ബീച്ച് കാണാൻ പോകണേ. ഇവിടെ മറ്റേ ആളുടെ സ്തൂപം വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഫൗണ്ടറിൻ്റെ. ഒരു സൈഡൂടെ വലിയ വലിയ വാഹനങ്ങൾ വരുന്നുണ്ട്, ബാക്കിലായിട്ട് ബീച്ചാണ് കേട്ടോ. ടെമ്പിളിൽ നിന്ന് തന്നെ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റും കേട്ടോ ബീച്ചിലോട്ട്. നേരെ എൻട്രൻസ് ഉണ്ട് ബീച്ചിലോട്ട്. താണ്ടില്ലേ എല്ലാവരും ഇഷ്ടം പോലെ ആൾക്കാരാട്ടോ. ആ ബീച്ചിൽ നിന്ന് കറക്റ്റാ അറബിക്കടലിൻ്റെ ഒരു വ്യൂ കിട്ടും ഇവിടെ നിന്ന് നോക്കിയാൽ. അടിപൊളിയായിട്ടുണ്ട്. നല്ല പൊടി മണല്ലേ അല്ലേ, പൗഡർ പോലെ ഉണ്ട് അല്ലേ ദേവട്ടി? ഒരുപക്ഷെ ഏറ്റവും ക്രൗഡഡായ ബീച്ചായിരിക്കും ചിലപ്പോൾ ഇത്. ആ സൈഡ് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം നമ്മൾ വരുമ്പോൾ കണ്ടില്ലേ ഫിഷർമാൻസ് ബോട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ആ ബോട്ടുകൾ ഇറങ്ങുന്നവിടെ എന്തായാലും ഇവരിനെ ഇറക്കാൻ സമ്മതിക്കില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഒരു പാലമുണ്ട്, ഇങ്ങനെ കയറി പോവാം. ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് അവിടെ. അതിന് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അതുവരെ പോകാൻ ആ തിരമാലകളിലൂടെ ഇങ്ങനെ പോവാം. കണ്ടില്ലേ കുറേ പേര് പോകുന്നുണ്ട്, നല്ല രസമായിരിക്കും കേട്ടോ. എന്തായാലും വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് ബീച്ചിലിറങ്ങി കാല് കഴുകിയിട്ടെങ്കിലും പോവാം. സായു ബീച്ച് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ആദ്യത്തെ ബീച്ചിൽ ഇറങ്ങാം കേട്ടോ. ആദ്യമായിട്ടാണ് ബീച്ചിൽ ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെ കാഴ്ചകൾ മുരുടേശ്വർ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിൽ കയറി തിരിച്ച് റൂമിലോട്ട് പോകണം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ വരുന്നത്. കണ്ടില്ലേ പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ച്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു ദെൻ, ബൈ ബൈ.